ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്നലെ നവാസിൻ്റെ മരണം അറിഞ്ഞ് ഭയങ്കര വിഷമമായി. നവാസിൻ്റെ ഒരുപാട് വീഡിയോ കണ്ട് ഒരുപാട് ചിരിക്കാറുണ്ടായിരുന്നു. നവാസ് എന്ത് പ്രോഗ്രാം അവതരിപ്പിച്ചാലും ഭയങ്കര തമാശയായിരുന്നു. പക്ഷേ ഇന്നായിട്ട് മനസ്സിന് ഭയങ്കര സങ്കടമായി. കാരണം 50 വയസ്സെന്ന് പറയണത് വളരെ ചെറുപ്പമാണ്. പ്രത്യേകിച്ച് കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ പ്രായം അങ്ങനെ കൂടിയാൽ തന്നെ അങ്ങനെ തോന്നിക്കാറില്ല. കാരണം അവരുടെ മേഖല എങ്ങനെയാണ്. ഞാൻ ഈ അവസരത്തിൽ ഞാൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതായത് 2018 വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുൻപ് എൻ്റെ വൈഫിൻ്റെ സംഭവമാണ് ഞാൻ അതിനോടനുബന്ധിച്ച് പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ ഗൾഫിലാണ്. അപ്പോൾ വീട്ടിൽ അന്നേരത്ത് ഗൾഫിൽ നിന്ന് ഞാൻ ഒഴിവാക്കി വന്ന അവസരമാണ് ഈ 2018 വേണം. അങ്ങനെ നാട്ടിലാണ്. ആ വൈഫ് ഇടയ്ക്ക് പറയും, ഇങ്ങനെ ഇടയ്ക്ക് നെഞ്ചുവേദന ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മളത് ഇപ്പോൾ എൻ്റെ നെഞ്ചുവേദന എനിക്കല്ലേ അതിൻ്റെ ആ കാഠിന്യം മനസ്സിലാവുള്ളൂ. നെഞ്ചുവേദന ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർ ആരായാലും ഓക്കെ എന്ന് പറയും. പക്ഷേ എൻ്റെ മകൾ ഒരു നേഴ്സാണ്. അയാൾ ഡൽഹിയിലായിരുന്നു. അയാൾ വെക്കേഷൻ വന്നപ്പോൾ ഇങ്ങനെ അയാളോട് പറഞ്ഞു, ഇങ്ങനെ ഇന്ന് ചെറിയ നെഞ്ചുവേദന ഉണ്ട്, പള്ളിയിൽ പോകാൻ നേരത്തെ ചെറിയൊരു കുന്നുണ്ട്, അത് കയറുമ്പോൾ ആണ് വേദന. ഉടനെ പുള്ളിക്കാരത്തി അമ്മനെയും കൊണ്ട് മറ്റേ കുഴിപ്പള്ളി ആസ്പത്രിയിൽ നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിൽ വന്ന് ചെക്ക് ചെയ്ത് ECG ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ വേരിയേഷൻ ഉണ്ട്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. നേരെ ലിസി ആസ്പത്രിയിൽ പോയി. അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഏതാണ്ട് 5 ബ്ലോക്ക് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് ഈ 5 ബ്ലോക്ക് എന്നൊക്കെ പറയണത് ആൾ തട്ടിപ്പോകേണ്ട സ്റ്റേജാണ്. 2-3 ബ്ലോക്കൊക്കെ ആയി കഴിയാൻ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു സിൻഡ്രം നമുക്ക് തരും. ഏത് രോഗമാണെങ്കിലും നമുക്ക് ഒരു മുന്നറിയിപ്പ് തരും നമുക്ക്. അത് ആർക്കായാലും ഉണ്ടാവും. പക്ഷെ അത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരിച്ചു പോകണം. ഞാനിത് പറഞ്ഞ് അതിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ വർഷവും അല്ലെങ്കിൽ 6 മാസം കൂടാൻ നേരത്ത് ബോഡി ചെക്കപ്പൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതിൽ കാശൊന്നും ചിലവില്ലായിരുന്നു. ECG എടുക്കുക, ECG എടുത്തിട്ട് ഒരു സ്ഥലത്ത് എടുത്തിട്ട് അതിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ വേറെ സ്ഥലത്തും കൂടി എടുക്കാം. എന്നിട്ട് അതിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണാം. മനസ്സിലായോ? നല്ല ഡോക്ടറെ കാണണം. ഇല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ പിന്നെ എറണാകുളം മെഡിക്കൽ കോളേജിലൊക്കെ പോകണം. അല്ലാതെ ചെറിയ ആസ്പത്രിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും. അതിന് ഒരു ഉദാഹരണം പറയാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അതായത് എൻ്റെ വൈഫിന് ഓപ്പറേഷൻ്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ട് ലിസി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് അഡ്മിറ്റാണ് അവിടെ. അപ്പോൾ ഈ വൈഫിൻ്റെ ഒരു 3 ആങ്ങളമാരാണ്. അതിൽ ഒരു ജോയി എന്ന് പറഞ്ഞ ആൾക്ക് ഇതുമാതിരി തന്നെ ബ്ലോക്ക് ഉണ്ടായിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ ഇളയ ആങ്ങള സ്റ്റാൻലി എന്നാണ് പേര്. പുള്ളിനോട് എൻ്റെ വൈഫ് പല പ്രാവശ്യം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, എടാ നീ ഒന്ന് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യട്ടോ, എനിക്ക് വണ്ണമൊക്കെ കൂടുതലാണ്, ഒന്ന് പോയി ചെക്ക് ചെയ്യ്. നമ്മുടെ ഫാമിലിയിൽ ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്, ചെക്ക് ചെയ്യും. പല പ്രാവശ്യം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് അതൊന്നും സമയം ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത്. അന്നൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ്റെ ഡേറ്റ്, എൻ്റെ വൈഫിൻ്റെ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തേക്കണം എന്നാണ്. അന്ന് രാവിലെ ഏതാണ്ട് 10 മണിക്കായിട്ടാണ് ഓപ്പറേഷൻ. രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഫോൺ ചെയ്തിരുന്നു എനിക്ക് വരണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോൾ 11 മണിയായിട്ടുണ്ടാവും. ഓപ്പറേഷന് കൊണ്ടുപോയിട്ടില്ല, വൈഫിനെ ഓപ്പറേഷന് കയറ്റിയിട്ടില്ല. സമയം കറക്റ്റായിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഒരു ഫോൺ വരികയാണ്, രണ്ടാമത്തെ അളിയൻ്റെ ജോളിയുടെ അളിയ പിന്നെ സ്റ്റാൻലി മരിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഇതുപോലെയാണ് ഈ നവാസിൻ്റെയൊക്കെ ഈ വിവരം അറിഞ്ഞ പോലെ സ്റ്റാൻലി മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ സംസാരിച്ചത്. അപ്പോൾ അവർ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡോൺ ബോസ്കോയിൽ, പറവൂരുള്ള ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ അത് ഒരാഴ്ചക്ക് മുമ്പ് ഒരു ECG എടുത്തിട്ടുണ്ടായിരുന്നു. ECG ഇപ്പോൾ എടുത്തപ്പോൾ അതിനകത്തൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡോക്ടറെ കണ്ടിട്ട് അതിനെ പറ്റി ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് ആ വഴി നേരെ വരാപ്പുഴ വഴി ലിസിയിൽ വരാമെന്നുള്ള പ്ലാനിൽ 2 വീലറിന് ഭാര്യയും ഇയാളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഡോൺ ബോസ്കോയിൽ വന്ന് പിന്നെ അവിടെ ഡോക്ടറെ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം നമുക്കറിയില്ല. കൃത്യമായിട്ടുള്ള വിവരം അറിയണതിന് മുമ്പ് തന്നെ ഡെഡ് ബോഡിയും കൊണ്ട് അവർ അവിടുന്ന് വേഗം പെട്ടെന്ന് ഒഴിവാക്കിച്ചു. അതായത് ഡോക്ടറെ കണ്ട അല്ലെങ്കിൽ ട്രിൽ മില്ലറിന് ഇങ്ങനെ നമ്മൾ സാധാരണ ഓടിക്കുമല്ലോ ഒരു മെഷീനത്തുമ്പോൾ കയറ്റിയിട്ട്, അത് കറക്റ്റ് അതിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ആ മെഷീനുമ്മ കയറ്റി ഓടിച്ച് എന്നാണ് കൂടെ ഉണ്ടായിരുന്ന വൈഫ് പറയണത്. അത് ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ കുഴഞ്ഞ് വീണ്. അങ്ങനെ പെട്ടെന്ന് ഒരു വീൽ ചെയർമ ഇരുത്തി കൊണ്ടുവരികയാണ് പുറത്തേക്ക്, എന്തോ വേറെ റൂമിലേക്ക്. അപ്പോൾ വൈഫിനോട് ഇയാൾ സ്റ്റാൻലി പറയുന്നുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഇതുമ്മട്ട് ഓടിച്ച സമയത്ത് തന്നെ ഇയാളുടെ എല്ലാ ഞരമ്പുകളൊക്കെ പൊട്ടി തകർന്ന് ആൾ നമ്മുടെ അടുത്ത് വിട്ട് ഒരു ചെറിയ ഒരു ഓർമ്മയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറയണം ആൾ മരിച്ചത്. മോട്ടോർ ബൈക്ക് 2 വീലറിന് ഭാര്യയും ഭർത്താവും കൂടി ഡോൺ ബോസ്കോയിൽ പോയി എൻ്റെ വൈഫിൻ്റെ ഓപ്പറേഷൻ്റെ അന്ന് നമ്മുടെ അടുത്ത് വരാൻ വേണ്ടി വന്ന ആളുകളാണ് മരിച്ചെന്ന് പറയുന്നത്. വായെന്നും മൂക്കിൽ നിന്നൊക്കെ ചോര വന്ന് ലാസ്റ്റ് അപ്പോഴേക്കും ഈ ഭാര്യയ്ക്കൊന്നും അറിയാൻ പാടില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഉടനെ ജോളിനെ വിളിച്ചറിയിക്കുകയാണ്. ജോളി അപ്പം തന്നെ അവിടെ കളമശ്ശേരിയിലായിരുന്നു താമസിക്കുന്നത്. അപ്പം തന്നെ ചെന്ന് പെട്ടെന്ന് ഈ ഡെഡ് ബോഡി അവിടെ നിന്ന് ആസ്പത്രിക്കാർ ഒഴിവാക്കിയാണ്. എന്താണ് സംഭവിച്ചത് ഒന്നും അറിയില്ല. പിന്നെ അതിൻ്റെ പുറകെ ഒന്നും നമ്മൾ പോയില്ല, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഈ 2 അനുഭവമുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്യണ സമയത്ത് എൻ്റെ വൈഫിന് ഓപ്പറേഷൻ ചെയ്യണ സമയത്ത് ആ സമയത്താണ് ഈ വിവരം അറിയണത്. അപ്പോൾ ഞാൻ അവിടുത്തെ മെയിൻ ഡോക്ടറോട് പറഞ്ഞ് ഇങ്ങനൊരു സംഭവമുണ്ട്, വൈഫിനോട് പറയണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വൈഫിനോട് ഇപ്പോൾ പറയണ്ട, കാരണം നിങ്ങളുടെ വൈഫിന് 5 ബ്ലോക്കാണുള്ളത്. ഓക്കെ, അത് താങ്ങാനുള്ള ചിലപ്പോൾ ഇതുണ്ടാവില്ല. ഇത് ഓപ്പറേഷൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വന്നതിൻ്റെ പേരിൽ പെട്ടെന്ന് നമ്മളത് ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ ബ്രദർ മരിച്ച കാര്യം ഇപ്പോൾ പറയണ്ട, മനസ്സിലായോ? അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അപ്പോൾ ഈ എൻ്റെ വൈഫ് ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലി വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ അവൻ. എൻ്റെ മൂത്ത മോളുണ്ടായിരുന്നിടത്ത് ഞങ്ങളുടെ ചങ്ക് തകരാണ് ഈ വർത്തമാനം കേട്ടിട്ട്. ആൾ ഓൾറെഡി മരിച്ച് വീട്ടിൽ ഡെഡ് ബോഡി കിടക്കുകയാണ്. അന്ന് വൈകുന്നേരം ശവടെ പോകണം, മനസ്സിലായോ? നമ്മൾ ഒരു കാര്യം ചെയ്യുക, ഏതായാലും വൈഫിനോട് പറഞ്ഞില്ല, ഓപ്പറേഷൻ കയറ്റി, ഓപ്പറേഷൻ സക്സസ് ആയി. ഞാനപ്പം തന്നെ അപ്പോൾ ഓപ്പറേഷന് കയറ്റണതിന് മുമ്പ് എന്നോട് പറഞ്ഞ് എടോ താനിവിടെ ഉണ്ടാവണം കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ നമ്മുടെ ചെട്ടിക്കാട്, ഞാനൊരു നുണ പറയുകയാണ്, ചെട്ടിക്കാട് വീട് നമ്മൾ അത് സെയിൽ ചെയ്യാനായിട്ട് വെച്ചേക്കല്ലേ. അപ്പോൾ അത് നോക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, അതൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ മൂത്ത മോളുണ്ടല്ലോ, ഞാനത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു.
അങ്ങനെ എന്നോട് പറയും, എടോ ഞാൻ തിരിച്ചു വരുമോ ഇല്ലെന്നൊന്നും അറിയാൻ പാടില്ല, എന്നിട്ട് താൻ എന്നെ വിട്ടിട്ട് പോകണം എന്നൊക്കെ ചോദിച്ച് എന്നെ കുറച്ച് പിണങ്ങുകയൊക്കെ ചെയ്തു. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് അവസ്ഥയെന്ന്. അങ്ങനെ നായരം വെളുത്ത് വന്ന് ഏറ്റവും ഈ സ്റ്റാലിനെ ഡെഡ് ബോഡിയൊക്കെ എടുത്ത് കുളിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിച്ച് നമ്മൾ ഭയങ്കര സങ്കടമായി പോയി. കാരണം എനിക്ക് പിന്നെ ഈ മൂന്നളിയന്മാരിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു അളിയനായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് വിവാഹം കഴിക്കാൻ നേരത്ത് എൻ്റെ വൈഫിനെ ലീലാമ്മനെ വിവാഹം കഴിക്കാൻ നേരത്ത് ഇവന് ഏതാണ്ട് 13 വയസ്സുള്ളൂ. 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ചെറിയ പയ്യനാണ്. അപ്പോൾ അങ്ങനെ ഒരു മാനസികമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവനോട്. ഭയങ്കര സീനായിരുന്നു. 49 വയസ്സായിരുന്നു, മനസ്സിലായത്. അപ്പം ഞാനിത് പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ചെയ്യണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പിന്നെ നമുക്ക് ഉണ്ടല്ലോ ഹാർട്ട് അറ്റാക്കിൻ്റെ മെയിനായിട്ട് ഞാൻ വായിച്ച അറിവ് കൊണ്ടും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞ അറിവ് കൊണ്ടും പറയുകയാണ്. ഇത് ഇന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഇന്ന് മരിക്കണ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുൻപ് നമുക്കൊരുപാട് സൈൻ തന്നിട്ടുണ്ടാവും, അതിൻ്റെ സിഗ്നൽ കിട്ടിയിട്ടുണ്ടാവും. നമ്മളത് കെയർ ചെയ്യാനിട്ടാണ്, മനസ്സിലായില്ലേ. അപ്പോൾ 6 മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും 40 വയസ്സ് മുകളിലുള്ള സ്നേഹിതകളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണതല്ലാണ്. ഇന്നിപ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഇല്ലെങ്കിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഗവൺമെൻറ്റിൽ പിന്നെ കേരളത്തിലുള്ള ഏത് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ജസ്റ്റ് നോക്കും, ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ചെയ്യും. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഉള്ള ആൾക്കാർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലിസി, ലൂർദ് ഇങ്ങനെയുള്ള അമൃത അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാം, മനസ്സിലായി. ഈ അവസരത്തിൽ ഞാൻ പിന്നെ ലോഹിദാസിൻ്റെ കാര്യം ഓർക്കുകയാണ്. ലോഹിദാസിന് ഇതുപോലെ തന്നെ 1-2 ബ്ലോക്കൊക്കെ ഉണ്ടായെന്നാണ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, നമ്മൾ പത്രങ്ങളിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് 2018 ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 10 കൊല്ലത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് ഡോക്ടർ എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ. 10 കൊല്ലത്തേക്ക് നിങ്ങളുടെ വൈഫിൻ്റെ ഹാർട്ട് സൂപ്പറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 കൊല്ലം കൂടി, ഇപ്പോൾ ലോഹിദാസൊക്കെ മരിച്ചത് ഈ പറഞ്ഞ ഒരു 50 വയസ്സിലാണ്. ഇപ്പോൾ ഇപ്പോൾ ഇയാൾ മരിച്ചത്, എൻ്റെ അളിയൻ മരിച്ചത് ഒക്കെ 50 വയസ്സിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും, മനസ്സിലായത്. നമ്മൾ കുടുംബനാഥൻ വീട്ടിൽ നിന്ന് ടാറ്റയും പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ കഷ്ടപ്പെടും, ആരുടെ വീട്ടുകാരായാലും ശരി. അപ്പോൾ ഇതൊരു അപേക്ഷയാണ് എൻ്റെ സ്നേഹിതന്മാരോടും. നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ നമ്മളെ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യുക. നമുക്ക് എന്താണ് രോഗം ഉള്ളത്, പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, ഇതൊക്കെ ചെക്കപ്പ് ചെയ്യാം. ഓക്കെ, അത് ഞാനൊരു ദിവസം പിന്നെ നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ വൈഫ് ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ പറയാം എന്താണ് പ്രശ്നം, എന്താണെന്നറിയില്ല, അവർ സോക്കറോ എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഞാൻ ഓക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 480 ബ്ലഡ് ഷുഗറിൻ്റെ എൻ്റെ കണക്ക് കാണിക്കണത് 480, മനസ്സിലായില്ലേ. അപ്പോൾ ഈ പെണ്ണുങ്ങളാണെങ്കിൽ ശരി, ചില ആൾക്കാർ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവരൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൻ്റെ കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യണം. എനിക്ക് 69 വയസ്സ് ആകുകയാണ്. അതായത് അടുത്ത ജൂണിൽ 2026 ജൂൺ 9 എൻ്റെ വയസ്സെന്ന് പറയുന്നത് 70 വയസ്സാണ്, മനസ്സിലായില്ലേ. ഞാൻ 11ാമത്തെ വയസ്സ് തുടങ്ങി ജോലി എടുക്കുന്ന ആളാണ്. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ എൻ്റെ പ്രയത്നം കൊണ്ട് ഞാൻ പല മേഖലകളിലും വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫിൽ വന്നിട്ട് 40 വർഷമായി. ഗൾഫിൽ ഞാൻ വരുന്ന ആ പൊസിഷനല്ല ഞാനിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ. അത് എൻ്റെ പരിശ്രമം കൊണ്ടും എൻ്റെ കഠിനാധ്വാനം കൊണ്ടും ആണ് ഞാൻ അങ്ങനെ ഒക്കെ ആയിത്തീർന്നത്. എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ച് അവർ നല്ല നിലയിലൊക്കെ പോകണം. എനിക്ക് ഒരു അസുഖവും ഇല്ല. കുറച്ച് BP ഉണ്ട്, അതിന് ഞാൻ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം.
ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമുക്ക് പണി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഭാര്യ മക്കളും കഷ്ടത്തിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലുള്ള യൂട്യൂബിലുള്ള ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അതൊന്ന് ഒരു 6 മാസം കൂടാൻ നേരത്തൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യുക. അപ്പോൾ അറിയാൻ പറ്റും നമുക്ക് എന്താണ് കുഴപ്പമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മരുന്ന് കഴിക്കുക. നമ്മുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോവുക. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതിനും നിവൃത്തിയില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സഹായ നിധി ഇതൊക്കെ സംഘടിപ്പിച്ച് എന്തായാലും കാര്യങ്ങൾ നടത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ ദയവ് ചെയ്ത് ഈ എല്ലാവരും അവരവരുടെ ബോഡി സൂക്ഷിക്കുക. എന്നാൽ നമ്മൾ ഒരു 10-70 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ മരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് 50 വയസ്സൊക്കെ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, വളരെ ചെറുപ്പമാണ്. മനസ്സിലായോ? പ്രത്യേകിച്ച് ഈ കലാകാരന്മാരൊക്കെ എന്ന് പറയുന്നത് അവരൊക്കെ സമൂഹത്തിന് ഒരുപാട് നന്മകളും ഒരുപാട് ആൾക്കാരെ സന്തോഷിപ്പിക്കാനുള്ള ആളുകളാണ്. മനസ്സിലായില്ല? ഈ നവാസിൻ്റെ ഈ മരണം വളരെ വളരെ വേദനാജനകമാണ്. ഓക്കെ. ഇത്രമാത്രം. എല്ലാവരും എല്ലാ നന്മയോടും കൂടി കഴിയുക. താങ്ക് യു വെരി മച്ച്.